ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മാത്സ് ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. നമ്മുടെ ഫസ്റ്റ് പുതിയ ടെക്സ്റ്റ് ബുക്കൊക്കെ ആയിരുന്നു, പുതിയ സിലബസ് ഒക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൽ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർക്ക് തീർച്ചയായും കാണുക. നമ്മുടെ മാത്സിൻ്റെ പ്ലേലിസ്റ്റിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, നമ്മുടെ ടോപ്പേഴ്സ് വേൾഡിൽ എന്താണ്, ഒരു സബ്ജക്റ്റ് മാത്രമാണോ അവൈലബിൾ? അല്ല, എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങളുടെ ചേച്ചിമാർക്കും നിങ്ങളുടെ അനിയന്മാർക്കും അനിയത്തിമാർക്കും ചേട്ടന്മാർക്കും ഒക്കെ ആവശ്യമുള്ള ക്ലാസ്സുകളുടെ പ്ലേലിസ്റ്റും അതേപോലെ തന്നെ ആ ക്ലാസ്സുകളും നമ്മുടെ ടോപ്പേഴ്സ് വേൾഡിൽ അവൈലബിൾ ആണ്. അപ്പോൾ അവരോടും പറയുക, നിങ്ങളുടെ ചേച്ചിമാരോടും ചേട്ടന്മാരോടും പറയുക. നമ്മുടെ ടോപ്പേഴ്സ് വേൾഡിൽ 3-ാം ക്ലാസ്സിൻ്റെയും 4-ാം ക്ലാസ്സിൻ്റെയും 5-ാം ക്ലാസ്സിൻ്റെയും ക്ലാസ്സുകളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മാത്സിൻ്റെ ആക്ടിവിറ്റി ബുക്കാണ്. ഓക്കെ, അപ്പോൾ മാത്സിന് മാത്രമല്ല, നിങ്ങൾക്ക് മലയാളത്തിന് ആക്ടിവിറ്റി ബുക്ക് ഉണ്ടാവും, ഇംഗ്ലീഷിന് ആക്ടിവിറ്റി ബുക്ക് ഉണ്ടാവും അല്ലേ. അപ്പോൾ എല്ലാ സബ്ജക്റ്റിനും ആക്ടിവിറ്റി ബുക്കില്ലേ, എല്ലാ ആക്ടിവിറ്റി ബുക്കും നിങ്ങൾക്ക് കിട്ടിക്കാണുമല്ലോ അല്ലേ. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ആക്ടിവിറ്റി ബുക്കിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോഴാണ് അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആക്ടിവിറ്റി ബുക്കിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേരെന്താ, വേഗം പറയൂ. ഷേപ്സ് ഇൻ ദ കിച്ചൺ അല്ലേ. ഷേപ്സ് ഇൻ ദ കിച്ചൺ, നമ്മുടെ അടുക്കളയിൽ തന്നെ പല ഷേപ്പിലുള്ള ഒരുപാട് സാധനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഷേപ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ എത്ര ഷേപ്പ് ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ ആയിരിക്കില്ലേ. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയണില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റായിട്ട് നമ്മൾ ആക്ടിവിറ്റീസിലോട്ട് പോവുകയാണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ ഒന്നും ചെയ്യില്ല, കൂടുതലും കളറിംഗ് ആണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ ഇവിടെ ചെയ്യാൻ പറയുന്നത്. ഫസ്റ്റത്തെ വർക്ക്ഷീറ്റ് 1 എന്താ പറയുന്നത്, കളർ ദ പിക്ചേഴ്സ് അല്ലേ. അതായത് കളർ ചെയ്യാനാണ് പറയുന്നത്. എന്ത് കളർ ചെയ്യാനാണ് പറയുന്നത് നോക്കൂ. കളർ ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ഏതൊക്കെ ഷേപ്പാണെന്ന് പറയും. ഈ കാണുന്ന ചിത്രത്തിൽ ഏത് ഷേപ്പാണ് പറയൂ. സർക്കിൾ ആണോ, റെക്റ്റാങ്കിൾ ആണോ, ട്രയാങ്കിൾ ആണോ? സർക്കിൾ ആണ് അല്ലേ. സർക്കിൾ ഉണ്ട്, പിന്നെ ഒരു സ്കെയിൽ വെച്ചൊരു ലൈൻ ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ എത്ര സർക്കിൾ ഉണ്ടെന്ന് കൗണ്ട് ചെയ്തിട്ട് പറഞ്ഞേ. 1 2 3 4 5 6 7 8 9 10 സർക്കിൾ ഉണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, അത് കൗണ്ട് ചെയ്തിട്ട് എഴുതൊന്നും വേണ്ട. എന്ത് ചെയ്യാനാണ് പറയുന്നത്, കളർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നല്ല നീറ്റായിട്ട് കളർ ചെയ്യുക. ഇതേപോലെ എന്ത് ചെയ്യുക, പിക്ചറിനെ കളർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഡ്രോ ചെയ്യാൻ പറയുന്നത്. എന്താ ഡ്രോ ചെയ്യാൻ പറയുന്നത്, ഡ്രോ പിക്ചേഴ്സ് യൂസിങ് സ്കെയിൽ, ബോട്ടിൽ ക്യാപ്പ് ആൻഡ് ബാംഗിൾസ്. അപ്പോൾ ഈ റൗണ്ട് ഇങ്ങനെ നമുക്ക് വരയ്ക്കാൻ കിട്ടണ്ടേ. ഇങ്ങനെ വരയ്ക്കുന്നത് എന്തുപയോഗിച്ച് വരയ്ക്കാനാണ് പറയുന്നത്, ബോട്ടിലിൻ്റെ ക്യാപ്പോ അല്ലെങ്കിൽ ബാംഗിൾസ്, വള ഉപയോഗിച്ചിട്ട് നമുക്ക് റൗണ്ട് വരയ്ക്കാം, സർക്കിൾ വരയ്ക്കാൻ പറ്റും. അതുപോലെ സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് വരകൾ വരയ്ക്കാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യുക, പിക്ചർ കളർ ചെയ്യാനാണ് പറയണത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങൾ വരയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒരു ട്രീ വരച്ചിട്ടുണ്ട്. പിന്നെ എന്താ വരച്ചിരിക്കുന്നത്, നമ്മളൊരു വാട്ടർ മെലോണിൻ്റെ ചിത്രമാണ് വരച്ചിരിക്കുന്നത്. ഇഷ്ടമായോ നിങ്ങൾക്ക്? അപ്പോൾ അതേപോലെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ചിത്രം വരയ്ക്കുക. അടുത്തത് വർക്ക്ഷീറ്റ് 2 ആണ്. വർക്ക്ഷീറ്റ് 2 കളർ ചെയ്യാൻ തന്നെയാണ് പറയുന്നത്. കളർ ദ പിക്ചർ, ഒരു ബസ്സിൻ്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ ഷേപ്സ് ആണ് ഇവിടെ ഉള്ളത്, തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ച 3 ഷേപ്പ് ഇവിടെ ഉണ്ട് അല്ലേ. സർക്കിൾ ഉണ്ട്, റെക്റ്റാങ്കിൾ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്. റൈറ്റ് ദ നമ്പർ ഓഫ് ഈച്ച് ഷേപ്പ് ഇൻ ദ പിക്ചർ. അപ്പോൾ കൗണ്ട് ചെയ്യുക, എണ്ണി നോക്കിയിട്ട് ഇവിടെ എഴുതാനാണ് പറയുന്നത്. എത്ര റെക്റ്റാങ്കിൾ ഉണ്ട്, എത്ര ട്രയാങ്കിൾ ഉണ്ട്, എത്ര സർക്കിൾ ഉണ്ട്, എത്ര റെക്റ്റാങ്കിളാണ് ഉള്ളത്. ഇതുപോലെ കളർ ചെയ്യുക കേട്ടോ, ബസ്സിനെ കളർ ചെയ്യുക, എന്നിട്ട് കൗണ്ട് ചെയ്യുക, എന്നിട്ട് എഴുതുക. എത്ര ട്രയാങ്കിൾ ആണുള്ളത്, വേഗം എണ്ണി നോക്കിയിട്ട് പറയൂ. 7. എത്ര ട്രയാങ്കിൾ ഉണ്ട്, 2. എത്ര സർക്കിളാണുള്ളത്, 4. ആൻഡ് അതേപോലെ ഒരു പിക്ചർ ഡ്രോ ചെയ്യണം. ഡ്രോ അതർ പിക്ചേഴ്സ് യൂസിങ് സ്കെയിൽ, ബോട്ടിൽ ക്യാപ്പ് ആൻഡ് ബാംഗിൾസ്, കളർ ദ പിക്ചർ. അപ്പോൾ നമ്മൾ വർക്ക്ഷീറ്റ് 1 ചെയ്ത പോലെ തന്നെ നമ്മൾ സ്കെയിലും ബോട്ടിലിൻ്റെ ക്യാപ്പ്, ആ മൂടിയും അതേപോലെ തന്നെ വളയും ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ചിത്രം വരച്ച് കളർ ചെയ്യുക. നമ്മൾ കുറച്ച് ജെറീസ് വരച്ചിട്ടുണ്ട് ഇവിടെ. നെക്സ്റ്റ് വർക്ക്ഷീറ്റ് 3 ആണ്. കംപ്ലീറ്റ് ദ പിക്ചേഴ്സ് ബൈ ജോയിനിങ് ദ ഡോട്ട്സ്, കളർ ദം. ഇവിടെ കുറച്ച് കണ്ടോ, ഡോട്ട് കുത്തുകൾ കണ്ടില്ലേ. കുത്തുകൾ യോജിപ്പിച്ച ശേഷം എന്ത് ചെയ്യുക, കളർ കൊടുക്കുക. എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്, സർക്കിൾ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്ത ശേഷം കളർ കൊടുക്കുക. ഇതുപോലെ കളർ ചെയ്യുക. അടുത്തത് 4ാമത്തെ വർക്ക്ഷീറ്റ് ആണ്. 4ാമത്തെ വർക്ക്ഷീറ്റ് എന്താ, അതും കളറിങ് തന്നെയാണ് അല്ലേ. അതാണ് നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞത്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഷേപ്സിനെ കുറിച്ചാണ്. അത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിരുന്നു 3 ഷേപ്പിനെ കുറിച്ചിട്ട്. ആ ഷേപ്പ് നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മുടെ കളറിംഗ് ആയിട്ട് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ആക്ടിവിറ്റി ബുക്കിൽ ഇവിടെ എന്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, കളറിങ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ കളർ ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ഷേപ്പും കൂടെ നമ്മുടെ മനസ്സിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കും അല്ലേ. അപ്പം ലെറ്റ്സ് കളർ ആണ് വർക്ക്ഷീറ്റ് 4.
എന്തിന്റെ ചിത്രം കൊടുത്തിരിക്കുന്നത്? നല്ലൊരു ബട്ടർഫ്ലൈന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. എല്ലാം ഹാഫ് കളർ ചെയ്തിട്ട്. അപ്പൊ ബാക്കി ഹാഫും എന്ത് ചെയ്യണം? അതേ കളേഴ്സ് കൊടുക്കാൻ ശ്രമിക്കുക. സീ ദ കളേർഡ് പാർട്ട് ആൻഡ് ഗീവ് ദ സെയിം കളർ ടു ദ അതർ പാർട്ട്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇതേ ഓർഡറിൽ ഇതേ കളേഴ്സ് തന്നെ ആയിരിക്കണം ഈ സൈഡും കൊടുക്കേണ്ടത് കേട്ടോ. അങ്ങനെയാണ് അതർ പാർട്ടും കളർ ചെയ്യേണ്ടത്. ആൻഡ് വർക്ക്ഷീറ്റ് 5 എന്താ? കംപ്ലീറ്റ് ദി പിക്ചേഴ്സ്. ഇവിടെ ഒരു ഹാഫ് വരച്ചിട്ടുണ്ട്, ബാക്കി ഹാഫ് നമ്മൾ വരയ്ക്കുക, കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇതുപോലെ എന്ത് ചെയ്യുക? ബാക്കി ഹാഫ് വരച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇതുപോലെ. നെക്സ്റ്റ്, ഡ്രോ ദ നെക്സ്റ്റ് പിക്ചർ ഇൻ ഈച്ച്. ഒരു പിക്ചർ പാറ്റേൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ എന്ത് ചെയ്യുക? പിക്ചർ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യുക. ഇതേപോലെ എന്ത് ചെയ്യണോ? പിക്ചർ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. അതാണ് നമ്മുടെ 6ാമത്തെ വർക്ക്ഷീറ്റ്. അടുത്തത് ലാസ്റ്റ് വർക്ക്ഷീറ്റ് ആണ്, വർക്ക്ഷീറ്റ് 7. ഗീവ് ദ സെയിം കളേഴ്സ് ടു ദീസ് ഷേപ്സ് ഇൻ ദ പിക്ചർ ബിലോ. എന്താ ചെയ്യാനാ പറയണത്? അതെ, കളർ ചെയ്യുന്ന തന്നെയാണ് പറയണത് അല്ലേ. അതായത് ഇവിടെ നമുക്ക് നമ്മൾ യെല്ലോ കളർ ചെയ്തിന് ആ സർക്കിളിന് എല്ലാ സർക്കിളിനും യെല്ലോ കൊടുക്കുക, എല്ലാ ട്രയാങ്കിളിനും ഗ്രീൻ കൊടുക്കുക, എല്ലാ റെക്റ്റാങ്കിളിനും റെഡ് കൊടുക്കുക ഈ ചിത്രത്തിന്. ഓക്കെ, കളർ കൊടുക്കാനാണ് പറയണത്. ആൻഡ് 2ാമത്തെ ചോദ്യം എന്താ? കളർ ദ പിക്ചർ ആൻഡ് മേക്ക് ഇറ്റ് പ്രിറ്റി. ഇവിടെ അടുത്ത് കാണുന്ന 2ാമത്തെ ചിത്രത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുത്ത് ഭംഗിയാക്കാനാണ് പറയണത് കേട്ടോ. ഫുൾ കളറിങ് ആണല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമല്ലോ. നമ്മുടെ ഫസ്റ്റത്തെ ചാപ്റ്ററിന്റെ ആക്ടിവിറ്റീസ് എല്ലാവർക്കും കൂട്ടുകാർക്കും തീർച്ചയായും ഇഷ്ടമാവും. കാരണം എന്താ? ഫുള്ള് കളറിങ് മാത്രമാണല്ലേ. അപ്പോൾ കളർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, എന്ത് ചെയ്യാൻ പാടില്ല? ആ ഷേപ്പിന് പുറത്ത് പോവാതെ വൃത്തിയായിട്ട് കളർ കൊടുക്കാൻ പഠിക്കുക. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, വളരെ കുറച്ച് ആക്ടിവിറ്റീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ടെക്സ്റ്റ് ബുക്കിൻ്റെ ക്ലാസ് കാണാത്ത കൂട്ടുകാരെങ്കിൽ തീർച്ചയായും കാണുക. നമ്മുടെ പ്ലേലിസ്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ക്ലാസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്